റിപ്പോർട്ടറിന്റെ ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ കുറ്റകരമാക്കുന്ന നിയമനിർമ്മാണ നീക്കം ഉപേക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഒരു മേഖലയ്ക്ക് മാത്രമായി ഇത്തരം നിയമം കൊണ്ടുവരാൻ കഴിയില്ലെന്നാണ് നിലപാട്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ മറുപടിയിലാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നയം വ്യക്തമാക്കുന്നത്. ഡോക്ടർമാർക്കും ആശുപത്രികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ ജാമ്യമില്ലാ കുറ്റമാകും. പ്രതികൾക്ക് 10 വർഷം വരെ തടവും 50 ലക്ഷം രൂപ വരെ പിഴയും. അക്രമം സ്ഥിരീകരിച്ചാൽ ഏറ്റവും കുറഞ്ഞത് 6 മാസം തടവും 50,000 രൂപ പിഴയും. ഇത്തരത്തിലാണ് കേന്ദ്ര നിയമം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. 2019 കരട് ബില്ല് കൊണ്ടുവന്നെങ്കിലും അന്ന് അവതരിപ്പിച്ചില്ല. ഇതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നിയമം തന്നെ വേണ്ടെന്ന് വയ്ക്കുന്നത്. ഒരു വിഭാഗത്തിനു മാത്രമായി ഇത്തരം നിയമം കൊണ്ടുവരാനാകില്ലെന്നാണ് കേന്ദ്ര നിലപാട്. ഇക്കാര്യം വ്യക്തമാക്കിയാണ് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർ KV ബാബു ആവശ്യപ്പെട്ട വിവരാവകാശ ചോദ്യങ്ങൾക്കുള്ള മറുപടി. അതിൽ കിട്ടിയ മറുപടി ഇങ്ങനെ ഒരു നിയമം ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശം ഇല്ല എന്ന് വളരെ അർത്ഥശങ്കക്കിടയില്ലാത്ത വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ ഇത്തരം ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോഴും ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നത് നിർഭാഗ്യകരമാണ്. ഇതിനെ എങ്ങനെയാണ് പ്രൊഫഷൻ കൂട്ടായി നേടേണ്ടത് എന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത്. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കേന്ദ്ര നിയമം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപക പ്രക്ഷോഭം മെഡിക്കൽ മേഖലയിലുള്ളവർ സംഘടിപ്പിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം തിരിച്ചടിയായിരിക്കുകയാണ്. വിഷയത്തിൽ ഇടപെട്ട സുപ്രീം കോടതി പോലും ഡോക്ടർമാരുടെ സുരക്ഷാ നടപടികൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെടുമ്പോഴും കേന്ദ്രം പിന്മാറുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ നിലപാട്. കേരളത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം 2023 പാസാക്കിയിട്ടുണ്ട്. ഇതനുസരിച്ച് ആശുപത്രി ആക്രമണങ്ങൾ ഗുരുതര കുറ്റമായി ജാമ്യമില്ലാ വകുപ്പായി മാറി. 7 വർഷം വരെ കഠിന തടവും 5 ലക്ഷം വരെ പിഴയും ലഭിക്കും. അതേസമയം ആരോഗ്യ പ്രവർത്തകർക്കെതിരായ കേസുകൾ കൈകാര്യം ചെയ്യാൻ അതിവേഗ കോടതി വേണമെന്ന ആവശ്യം കേരളത്തിൽ ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കേന്ദ്ര നിയമം ആവശ്യപ്പെട്ട് ആരോഗ്യരംഗത്തുള്ളവർ ഇനി സമരം ശക്തമാക്കുമോ എന്നാണ് അറിയേണ്ടത്. ഇവിടെ കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതും ശ്രദ്ധേയം. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം. PR പ്രവീണ നൽകും വിവരങ്ങൾ. പ്രവീണ, ആശുപത്രി ജീവനക്കാരുടെ പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ ഉൾപ്പെടെ ആവശ്യമായിരുന്നു ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ കുറ്റകരമാക്കുന്ന നിയമനിർമ്മാണം വേണമെന്നത്. പക്ഷേ ആ നീക്കം ഇപ്പോൾ പാടെ ഉപേക്ഷിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഡോക്ടർമാരുടെ സംഘടനകളുടെ ഒക്കെ തന്നെ ഇതിലുള്ള ഒരു പ്രതികരണം? ഈ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടി ഇനി പ്രക്ഷോഭ പരിപാടികൾ ഉൾപ്പെടെ അവർ ആസൂത്രണം ചെയ്യുന്നുണ്ടോ? കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാടെടുക്കാനുള്ള കാരണം എന്താണ്? ഈ RG-കർ മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനി ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതിന് പിന്നാലെ സമരം ശക്തമായിരുന്നു. ആരോഗ്യ പ്രവർത്തകർ ഒന്നടങ്കം രാജ്യവ്യാപക പ്രക്ഷോഭത്തിലുമായിരുന്നു. അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യം കേന്ദ്ര നിയമം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. കരട് അവതരിപ്പിച്ച ഒരു കേന്ദ്ര നിയമം ഇവിടെ ഉണ്ട്. ആ നിയമം കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിന്മാറുന്നത് എന്നാണ് വിവരാവകാശ രേഖയിൽ നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുന്നത്. അതിന് പറയുന്ന കാരണം ഒരു മേഖലയിലുള്ളവർക്ക് മാത്രമായി ഇത്തരം നിയമങ്ങൾ നടപ്പാക്കാനാകില്ല. അങ്ങനെ വന്നാൽ മറ്റു മേഖലയിൽ, പ്രത്യേകിച്ച് സുരക്ഷാ മേഖലയിലടക്കം ജോലി ചെയ്യുന്ന വിഭാഗക്കാർ, അവർക്ക് പ്രത്യേക നിയമം വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിലവിലുള്ള കേന്ദ്ര നിയമങ്ങൾ കൂടാതെ പുതിയതായി നിയമങ്ങൾ അവതരിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് കേന്ദ്ര സർക്കാർ എത്തും. ഇത് അംഗീകരിക്കാനാകാത്ത സാഹചര്യത്തിൽ നിലവിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മാത്രമായി ഇത്തരമൊരു നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്ന മറുപടി. അങ്ങനെയാണെങ്കിൽ ഇത് വ്യക്തമാക്കുന്നത് കേന്ദ്ര സർക്കാർ ഈ നിയമനിർമ്മാണത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറുന്നു എന്നുള്ളതാണ്. കോവിഡിന് മുൻപാണ് ഈ കരട് നിയമം കൊണ്ടുവന്നത്. കോവിഡിന്റെ സമയത്ത് ഇത് അവതരിപ്പിക്കാനും കഴിഞ്ഞിരുന്നില്ല. പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ആവശ്യം ശക്തമായി ആരോഗ്യ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. നിലവിൽ IMA അടക്കമുള്ള സംഘടനകൾ, ദേശീയ ഡോക്ടർമാരുടെ ദേശീയ സംഘടന അടക്കമുള്ളവർ സമരരംഗത്തുണ്ടായിരുന്നു. ഇവരുടെ ആവശ്യം ഈ നിയമം നടപ്പാക്കണം എന്നുള്ളത് തന്നെയാണ്. സർക്കാരിൽ പരമാവധി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നിയമം നടപ്പാക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങാനുള്ള വഴികൾ ഒരുക്കുകയാണ് ഇനി ഡോക്ടർമാരുടെ സംഘടനകളുടെ ലക്ഷ്യം. പ്രവീണ, പക്ഷേ ഒരു മേഖലയ്ക്ക് മാത്രമായി ഇത്തരത്തിലൊരു നിയമനിർമ്മാണം പാടില്ല എന്ന് പറയുന്നതിലൊരു ന്യായം എന്താണ്? കാരണം ആരോഗ്യ പ്രവർത്തകർ, പ്രത്യേകിച്ച് ഡോക്ടർമാർ എന്ന് പറയുന്നത് രാപ്പകലില്ലാതെ സേവന രംഗത്തുള്ളവരാണ്. ഏത് സന്ദർഭമായാലും അവർ ഡ്യൂട്ടിയിലുള്ളവരാണ്, രാത്രിയായാലും പകലായാലും ഒക്കെ തന്നെ. അപ്പോൾ പ്രത്യേക വിഭാഗമായി തന്നെ പരിഗണിക്കേണ്ടതാണ് ആരോഗ്യ മേഖലയെ. അങ്ങനെ തന്നെയാണ് പലപ്പോഴും കാണുന്നതും. കേരളം ഉൾപ്പെടെ അതിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. എങ്കിലും ഇത്തരത്തിലുള്ളൊരു ന്യായീകരണത്തിന്റെ കാരണം എന്താണ്?
ആരോഗ്യ പ്രവർത്തകരെ പ്രത്യേക വിഭാഗമായി കണക്കാക്കണം. അതൊരു അടിയന്തര സേവന മേഖല. അതിനൊപ്പം തന്നെ അവിടെ പ്രവർത്തിക്കുന്നവർക്ക് അതിനനുസരിച്ചുള്ള സുരക്ഷ ഒരുക്കണം. ഇത് തന്നെയാണ് ആരോഗ്യ മേഖലയിലുള്ളവർ, ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ ഒക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സർക്കാരിൻ്റെ നിലപാട് വ്യത്യസ്തമാണ്. കാരണം സർക്കാർ പറയുന്നത് സുരക്ഷയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ സെക്യൂരിറ്റി ജീവനക്കാർ, പോലീസുകാർ അടക്കം ജോലി ചെയ്യുന്നുണ്ട്. ഇവർക്കൊക്കെയും ഇത്തരത്തിലൊരു സുരക്ഷാ നിയമം വേണമെന്ന് പറഞ്ഞാൽ അത് പിന്നീട് ഭാവിയിൽ കേന്ദ്രത്തിന് തന്നെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലേക്കൊരു നീക്കം എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ നമുക്കറിയാവുന്നതുപോലെ നിരവധി പേരെ ഒരു ദിവസം ചികിത്സിക്കേണ്ടി വരുന്ന, ഒരുപക്ഷെ മരണം വരെ സംഭവിച്ചേക്കാവുന്ന കേസുകൾ നോക്കുന്ന ഡോക്ടർമാരാണ്. മരണം സംഭവിച്ചു എന്നൊരു രോഗിയുടെ ബന്ധുവിനോട് പറയുമ്പോൾ അവർ കേൾക്കേണ്ടി വരുന്ന ക്രൂരമർദ്ദനം വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട നാടാണിത്. കൊലപാതകം വരെ ഉണ്ടായിട്ടുള്ള, ഡോക്ടറെ കൊന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ള നാടാണ്. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഡോക്ടർമാരുടെ സംരക്ഷണം ഉറപ്പാക്കാൻ കർശന നിയമവ്യവസ്ഥകളോടുകൂടിയ നിയമം വേണമെന്നുള്ളത്. പക്ഷേ അതിൽ നിന്നാണ് ഇപ്പോൾ കേന്ദ്രം പിന്മാറുന്നത്. കേന്ദ്ര പിന്മാറ്റം ഡോക്ടർമാരുടെ സംഘടനകളെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. എന്തായാലും ഡോക്ടർമാരുടെ സംഘടനകൾ, IMA യുടെ ദേശീയ നേതൃത്വം അടക്കം ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ശരി, PR പ്രവീണയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.